എണീക്കുന്നുണ്ടാ? എണീക്കടി, എണീക്ക്. Hello guys. Hello Aya. Hello guys Aya. Hi. Hello guys, welcome my YouTube. My name is Eva. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? അറിയാമേ? എന്ത് പേര്? ഫ്രണ്ടിന്റെ പേരെന്താ? എന്ത്? തമ്പുരു. തമ്പുരു ഉണ്ട്. പുതിയ ക്ലാസ്സിൻ്റെ കുട്ടിയാണ്. പക്ഷെ നമ്മൾ അതിന് ആ പാർട്ടിക്ക് പോകണ്ടേ. ഇവക്കുട്ടി ഇപ്പോൾ എപ്പോഴും വൈകുന്നേരം കളിക്കാൻ പോകാറുണ്ട് കേട്ടോ. ഇവക്കുട്ടീനെ കുറേ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ടാണ് തമ്പുരു എന്നുള്ളൊരു കുട്ടി. തമ്പുരു എന്ന് കേട്ടോ പേര്. അപ്പോൾ ഇവക്കുട്ടിക്ക് പേര് എപ്പോഴും കിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. എപ്പോഴാണെന്നൊന്നും അവൾക്കറിയില്ല, പക്ഷേങ്കിൽ എപ്പോഴോ ബർത്ത്ഡേ ആണ്, അതിന് പാർട്ടിക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ ആക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഒരു പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. കുറേ പിക്ചറൊക്കെ വരച്ച് ബർത്ത്ഡേ കാർഡൊക്കെ ആക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒന്ന് എടുത്താൽ മതി. അമ്മ എടുത്ത് തരാം. അമ്മ എടുത്ത് ഇവക്കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് കുറേ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ കളർ പെൻസിൽ എടുക്കുന്നതുകൊണ്ട് പെൻസിലൊക്കെ ഇത് ഇവിടെ തന്നെ ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവക്കുട്ടീൻ്റെ ബീച്ചിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതാണ്. വേഗം എടുക്കണം, എനിക്ക് എപ്പോഴാണ് എടുക്കണ്ടേ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൽ തന്നെ ഇട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പകലാണെങ്കിൽ ബെഡിൽ വന്നിരുന്നിട്ട് കേട്ടോ ചെയ്യാം. അപ്പുറം ടേബിളിൻ്റെ മുകളിൽ പോയിട്ട് ഇരുന്ന് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഇവള് ചിത്രം വരയ്ക്കലും പഠിക്കലും ഒക്കെ ചെയ്യുന്നത്. എന്ത് കാര്യം തപ്പി വെച്ച സംഭവമാണ് കാഴ്ച എന്താ യൂസ് ഇപ്പം വരണേ. ഏതാ ബർത്ത്ഡേക്ക് ചിത്രം വരക്കണ്ടേന്നും പറഞ്ഞിട്ട് എന്താ ബർത്ത്ഡേന് സ്പെല്ലിംഗ് എന്നൊക്കെ നോക്കാൻ വേണ്ടി ടാബും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടൈം ടാബൊക്കെ നോക്കി എഴുതിക്കോളും. അതിൻ്റെ ഇടയിൽ ചിലപ്പം കാർട്ടൂണൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ എടുക്കുന്നുണ്ടാവും. പിന്നെ എന്തെങ്കിലും പിക്ചറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് വരച്ചോളും. അപ്പോൾ എഴുതാനൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ചിട്ട് ഓരോന്നും ഓരോ ആൾക്കാരുടെ പേരും അങ്ങനെയൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബർത്ത്ഡേൻ്റെ കാർഡിൻ്റെ പിക്ചർ എങ്ങനെയാണ് കാർഡാക്കുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിക്ചർ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ഞാൻ വരച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു പിക്ചറൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചെയ്യാനുണ്ടോ? ആയിനല്ലോ. വായ മാത്രം വരച്ചു തരാനാ? എങ്ങനെ? ഓക്കെ മതിയാ? കുറേ സമയം കഴിഞ്ഞപ്പോൾ യുവക്കുട്ടിക്ക് എന്നെ മടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലേയും എടുത്ത് വെച്ച് ഇരുന്നിട്ടുണ്ട്. വേറെ ഒന്നും കളിക്കാനൊന്നുമില്ല. കുറേ ടോയ്സ് ഉണ്ടെങ്കിലും ടോയ്സ് ഒന്നും എടുത്ത് കളിക്കില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടിയാലാണ്. പിന്നെ ഒരു ക്ലേ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാണ്. കാരണം അത് വെച്ച് ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ടാവും. പിന്നെ എല്ലാവരുടെയും ക്ലീൻ ആക്കൽ ബാക്കിയുള്ള ലാസ്റ്റത്തെ പണിയാട്ടോ. എല്ലാവരുടെയും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതായിരുന്നു. പിന്നെ എവിടുന്നോ ഒരു ക്ലീൻ ആക്കുമ്പോൾ ഒരു ചെറിയൊരു പീസ് കിട്ടിയതാട്ടോ. അപ്പോൾ കുറേ ദിവസമായി അതും വെച്ചിട്ടിരിക്കുന്നേ. അതിനെ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഫുൾ ടൈം കയ്യിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും കയ്യിൽ ഇങ്ങനെ ക്ലേയും എടുത്ത് വെച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ എന്താ ചെയ്യുന്നതെന്നല്ല, അതിനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കി കളിക്കുന്നുണ്ടാവും. ഇതിനെ കൊണ്ട് ഇപ്പോൾ ദൈവക്കുട്ടി ഒരു ലാസ്റ്റ് ഒരു പെപ്പാ പിഗിനെ ആക്കാമെന്നും പറഞ്ഞിട്ട് ഒരു പെപ്പാ പിഗിനെയൊക്കെ ആക്കുന്നുണ്ട്. അതിന് മുടിയും ഒരു ബോ ഒക്കെ വെച്ചിട്ട് കണ്ണൊക്കെ വെച്ച് കണ്ണിൻ്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് കിരീടാന്നും പറഞ്ഞിട്ട് കിങ് എന്നും പറഞ്ഞിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അച്ഛൻ്റെ വണ്ടീൻ്റെ പറ്റി നോക്കാൻ പോയാണ്. അപ്പൊ തന്നെ നമ്മള് ഇത് കണ്ടു, ഒട്ടകന്റെ ഇതെല്ലാം കണ്ടു. പിന്നെ നല്ല കൂടുതൽ കണ്ടു. പിന്നെ അത് കണ്ടിട്ട് നമ്മൾ ലേറ്റായിട്ട് വന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് അച്ഛൻ കഴിഞ്ഞിട്ട് ഞെട്ടിയാണ്. അതുകൊണ്ട് അച്ഛൻ വന്നു ഐസ്ക്രീം വെച്ചത്. അതുകൊണ്ട് വന്നോ വേറെ പഞ്ച് അതിന് ഐസ്ക്രീം വെച്ചത് മഞ്ചു. അതിന് വേറെ വൈറ്റ് ഐസ്ക്രീം അതാണ്ട് ഐസ്ക്രീം. പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിയാവുന്നു.
നമുക്ക് ചോക്ലേറ്റ് ഇനി സ്ട്രോബെറി ഐസ്ക്രീം മേടിക്കാൻ പോവാണ്. അപ്പം ഇത് കഴിഞ്ഞ് തിന്നാൽ നമുക്ക് അത് തന്നെ കാണാം. നമുക്ക് ഇത് തന്നെ എല്ലാ സംഭവമുണ്ട്. ഷോപ്പിൽ ഉണ്ട്, ബോസിൻ്റെ ഉണ്ട്. പോയിട്ട് നല്ല കീച്ചെയിൻ അല്ല, അത് മാലയാണ്. എന്റെ കൈമ കൊള്ളാത്തിറങ്ങാത് കഴിഞ്ഞ ഡിസൈൻ മാല വേറെ എല്ലാം ഉണ്ട്. ഷോപ്പിൽ വന്നപ്പോൾ എല്ലാം ഉണ്ടാവും. പണ്ടത്തെ ബാഗ് ഉണ്ടാവും, അപ്പൊ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചാലോ വീട്ടിൽ? അപ്പൊ നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടാവും. അപ്പൊ അച്ഛൻ ഇപ്പം ഡ്രസ് മഴ നോക്കിട്ടാ പോയി. അത് കാണുന്ന പോയിട്ട് വിളിച്ചിട്ടല്ല. ഇന്ന് ഇവക്കുട്ടി പോയിട്ട് മേടിച്ചിട്ട് അമ്മ വീഡിയോ എടുത്താലേ. ഇവക്കുട്ടി പോയിട്ട് മേടിച്ചിട്ട് നെറ്റക്ക് രണ്ട് കോണ് എന്താണ്ടേ? ആ സ്ട്രോബെറി അല്ല, കോണ്. അതിൽ ഫ്ലേവർ ഒന്നുമില്ല, അതിൽ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ, വാനില മാത്രമേ ഉള്ളൂ. കാർഡ് കൊടുത്താൽ മതി, നീ പോവല്ല. കയറിക്കോ, വേഗം പോയിട്ട് വാങ്ങിച്ചിട്ടോ. വാങ്ങിച്ചാ കൊണ്ട ഒറ്റക്ക് സംസാരിച്ച് കിട്ടിയില്ലേ? ഓക്കെ, ഒന്നാം വേണ്ട നടന്നോ.